ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് ലക്ഷ്മി പത്മ ചേരുന്നുണ്ട്. ലക്ഷ്മി, എന്താണെങ്കിലും തൃശ്ശൂരിൽ കിട്ടിയ ഒരു മികച്ച വിജയത്തിന്റെ ഒരു ആഹ്ലാദത്തിലും പ്രതീക്ഷയിലുമാണ് അവിടുത്തെ NDA നേതൃത്വം ഉള്ളത്. എന്നാണെങ്കിലും അതിൽ നമുക്ക് കാലങ്ങളായിട്ടുള്ള NDAയുടെ ഒരു വോട്ട് വിഹിതം പരിശോധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൃത്യമായ വോട്ടുകൾ കൂട്ടി വരാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട് ആ മേഖലയിൽ എല്ലായിടത്തും. എന്താണെങ്കിലും ഇത്തവണയും അവരുടെ പ്രതീക്ഷ അത് തന്നെയാണോ? എന്തൊക്കെയാണ് ലക്ഷ്മി നിൽക്കുന്ന ഇടത്തു നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൂടി? സംഗീത, ഗുഡ് മോർണിംഗ്. ഞാൻ പാമ്പാടി ഗവൺമെൻറ് സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. അതിന് വഴിക്കാണ് ഇവിടെ ഇപ്പോൾ ലൈവ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ഥലത്തേക്ക് ഇറങ്ങിയത്. തൊട്ടടുത്ത് മുന്നിലേക്ക് പോയാൽ പാമ്പാടി ഗവൺമെൻറ് സ്കൂളെത്തും. അവിടെ ആണ് BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന് വോട്ടുള്ളത്. അദ്ദേഹം രാവിലെ തന്നെ ആ 116 നമ്പർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ എത്തുമ്പോൾ തന്നെ BJP പ്രവർത്തകരുടെ NDA പ്രവർത്തകരുടെ ഒരു വലിയ ആഹ്ലാദം, ആവേശം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മണ്ഡലത്തിൽ നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ നാട്ടുകാരനാണ്, പാമ്പാടി സ്വദേശിയാണ് അദ്ദേഹം, ഇവിടെ വോട്ടുള്ള ആളാണ്. അപ്പോൾ മാത്രമല്ല ഒരുപാട് കാലമായി ഇവർക്കിടയിൽ പ്രവർത്തിച്ച് വന്ന ഒരാളാണ് ബാലേട്ടൻ എന്ന് വിളിക്കുന്ന K ബാലകൃഷ്ണനിൽ. അതുകൊണ്ട് തന്നെ BJPക്ക് NDA മുന്നണിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മറ്റേതൊരു സ്ഥാനാർത്ഥി സമാഹരിക്കുന്നതിലും അധികം വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ഒരുപക്ഷെ വിജയത്തിലേക്ക് വരെ എത്തിക്കാൻ കഴിയും എന്നുമുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP പ്രവർത്തകർ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. നമുക്കറിയാം തൃശ്ശൂരിലെ വിജയം അത് വലിയ ആത്മവിശ്വാസമാണ് സംസ്ഥാനത്തെമ്പാടുമുള്ള BJP പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. തൊട്ടടുത്തുള്ള ചേലക്കരയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക, ആ ആവേശത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക എന്നത് വളരെ സ്വാഭാവികവുമാണ്. ചേലക്കരയെക്കുറിച്ച് പൊതുവേ പറഞ്ഞാൽ 6 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ചേലക്കര 7 മണിയോടെ, കൃത്യം 7 മണിയോടെ പോളിംഗ് ബൂത്തിലെത്തും വയനാടും ചേലക്കരയും. അപ്പോൾ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞാൽ 6 സ്ഥാനാർത്ഥികൾ ആണ് ഉള്ളത്. UR പ്രദീപാണ് മറ്റൊരു, ഈ ചേലക്കരക്കാരനായ മറ്റൊരു സ്ഥാനാർത്ഥി UR പ്രദീപാണ് ഉള്ളത്. രമ്യ ഹരിദാസിന് ഇവിടെയല്ല വോട്ടുള്ളത്. പിന്നെ രമ്യ ഹരിദാസ്, ഒപ്പം K ബാലകൃഷ്ണൻ, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ K ബാലകൃഷ്ണൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ലിൻഡേഷ് KB മോതിരമടയാളത്തിലും സുധീർ NK ഓട്ടോറിക്ഷ ചിഹ്നത്തിലും. അൻവറിൻ്റെ DMKയുടെ സ്ഥാനാർത്ഥിയാണ് NK സുധീർ. പിന്നെ ഹരിദാസൻ എന്ന് പറയുന്ന 6ാമത്തെ ആൾ, ഹരിദാസൻ എന്ന് പറയുന്ന ആൾ കുടം അടയാളത്തിലുമാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ എത്രത്തോളം വോട്ട് പിടിക്കും, പ്രത്യേകിച്ചും അൻവറിൻ്റെ പാർട്ടി DMK NK സുധീറിലൂടെ എത്ര വോട്ട് പിടിക്കും എന്നതൊക്കെ ഈ മണ്ഡലത്തെ വളരെ സവിശേഷതയുള്ളതാക്കുന്നുണ്ട്. മാത്രമല്ല 3 മുന്നണികളും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും ചേലക്കര ചുവന്ന മണ്ണാണ് എന്ന് എല്ലായ്പ്പോഴും പറയുമെങ്കിൽ പോലും 3 മുന്നണികളും ഒരേപോലെ പ്രതീക്ഷ വച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. UR പ്രദീപിൽ വലിയ ആത്മവിശ്വാസത്തിൽ ഇടതുമുന്നണി ഏതാണ്ട് വിജയം ഉറപ്പിച്ചതുപോലെയായിരുന്നു തുടക്കം മുതൽ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് എതിർ സ്ഥാനാർത്ഥികളുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മറ്റൊരു തരത്തിലുള്ള തന്ത്രങ്ങളായിരുന്നു ഇടതുമുന്നണി ആവിഷ്കരിച്ചത്. പ്രത്യേകിച്ചും K രാധാകൃഷ്ണനെ പോലുള്ളവർ മുഴുവൻ സമയവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് വേണം എന്നതടക്കം നിർദ്ദേശിച്ചുകൊണ്ട്, പാർട്ടിയടക്കം ഇടപെട്ടുകൊണ്ട് ആ തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു പ്രവർത്തനത്തിലേക്ക് ഇടതുമുന്നണി, അതെല്ലായ്പ്പോഴും അവർ അങ്ങനെ തന്നെയാണ്, അത് നമ്മൾ കണ്ടു. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിലാണ് വളരെ പ്രത്യേകത പറയാനുള്ളത്. രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ആർക്കും തന്നെ അതിൽ സുധീർ പൊട്ടിത്തെറിച്ച് പോയതൊഴിച്ചാൽ ബാക്കി ഒരു അസ്വാരസ്യവും നമുക്ക് ആ ക്യാമ്പിൽ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പാലക്കാട് ഒക്കെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉള്ളപ്പോഴും ചേലക്കരയിൽ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ബൂത്ത് തലത്തിൽ വളരെ കൃത്യമായ ഒരു പ്രവർത്തനം, ഒരുപക്ഷെ കോൺഗ്രസ് ക്യാമ്പുകളിൽ നമ്മൾ അത് അങ്ങനെ കണ്ട് പതിവുള്ളതല്ല. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു സംഘടനാ സംവിധാനം വഴിയുള്ള വളരെ ക്രോഡീകരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കോൺഗ്രസ് ക്യാമ്പിൽ കണ്ടു. അത് ഫലമുണ്ടാക്കാൻ കഴിയും, വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ്, രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. എനിക്ക് പാമ്പാടി സ്കൂളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ കൂടി നിൽപ്പുണ്ട്. നമുക്ക് അവരുടെ അടുത്തും കൂടി അഭിപ്രായം ചോദിക്കാം. ഈ വോട്ടെടുപ്പ് ദിവസമാണ്, അവരൊക്കെ വോട്ടിടാൻ പോകുന്നുണ്ടോ, എപ്പോഴായിരിക്കും പോകുന്നതെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ്. വോട്ടിടാൻ പോണ്ടേ? കുറച്ച് പോകണം, തിരക്കുണ്ടല്ലോ, ഇപ്പൊ തിരക്കുണ്ടല്ലോ, കുറച്ച് തിരക്കുണ്ട്. ഇവിടുത്തെ ഒരു സാധ്യതയൊക്കെ എങ്ങനെയാ?
ഒന്നും പറയാൻ പറ്റില്ല. 3 ആളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല മത്സരം അല്ലേ? നല്ല മത്സരമാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ്. വോട്ടറേ അല്ലല്ലേ? വോട്ടറാണോ? ഞാൻ ഇവിടുത്തെ വോട്ടറല്ല. അല്ല, ഇവിടെ വോട്ടറല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ വോട്ടറായിട്ടുള്ള ആള്. ഇങ്ങനെ എല്ലാവരും രാവിലെ ഈ ഒരു ചെറിയ ഗ്രാമമാണ്, അതിങ്ങനെ ഉണർന്ന് വരികയാണ്. അല്പസമയത്തിനകം തന്നെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങും. 7 മണിയോടുകൂടി പോളിംഗ് ആരംഭിക്കും. എനിക്ക് തൽക്കാലം അവിടേക്ക് എത്തേണ്ടതുണ്ട്. ചിലപ്പോൾ സ്ഥാനാർത്ഥി 7 മണിക്ക് തന്നെ കൃത്യം വോട്ട് ഇടാനായി എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്